ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസിൽ സാർ. SLC എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത് ഫുൾ A+ ആണ്. മോഡൽ എക്സാം കഴിഞ്ഞു, അതിന് ചെറിയൊരു അനാലിസിസ് ഒക്കെ നമ്മൾ നടത്തി. എന്ന് മനസ്സിലായെന്ന് ചോദിച്ചാൽ പല പോർഷൻസിൽ നിന്നും അല്ലെങ്കിൽ പല സബ്ജക്റ്റിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നത് വിചാരിച്ച പോലെയല്ല. ചില സബ്ജക്റ്റുകളൊക്കെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കുന്ന രീതികളൊക്കെ ചെറുതായിട്ടൊന്നും മാറ്റം വരുത്തിയില്ലെങ്കിൽ നമുക്ക് വലിയൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് SLC എക്സാമിനേഷന്. പിന്നെ പൊതുവെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. SLC എക്സാം എളുപ്പമാവും മോഡൽ എക്സാം ടഫായി കഴിഞ്ഞാൽ, മോഡൽ എളുപ്പമായി കഴിഞ്ഞാൽ SLC എക്സാം ടഫാവുമോ, മോഡലിൽ ചോദിച്ച ചോദ്യങ്ങൾ SLC എക്സാമിനേഷന് ചോദിക്കുമോ? ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണക്ക് ഇവിടെ സ്ഥാനമില്ല. ഇതൊക്കെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മോഡലിൽ ചോദിച്ചത് ഫൈനൽ എക്സാമിൽ ചോദിക്കാം. അതേ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പം വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ്, പക്ഷെ എന്നാലും വരാം. SLC എക്സാം ടഫാവാം, ചിലപ്പോൾ എളുപ്പമാവാം. അത് മോഡലിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. SLCയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്നോ റെഡിയാക്കി വെച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങൾക്കൊന്നും സ്ഥാനമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിരിക്കണം. അതെന്താണാവോ ആ പണി എന്ന് ചോദിച്ചാൽ, ആ പണി ഇതാണ്. അതായത് നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇങ്ങോട്ട് കിട്ടും, അഥവാ ആൻസർ ഷീറ്റുകൾ കിട്ടും. ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ആലോചിക്കണം, ഏതെല്ലാം സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പണി തന്നത്, ഏതെല്ലാം സബ്ജക്റ്റുകളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത്. നമുക്കറിയാം അതിനൊരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സോഷ്യൽ സയൻസും ബയോളജിയും ഒരേ ദിവസമാണ് എക്സാം എഴുതിയത്, ഒരേ ദിവസം. അതുകൊണ്ട് തന്നെ ബയോളജി പല ആളുകൾക്കും ടഫായിപ്പോയി. അതുകൊണ്ട് മാത്രമല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് ബയോളജി ടഫായി. മാത്തമാറ്റിക്സിലാണെങ്കിലോ വിചാരിച്ച ചാപ്റ്റേഴ്സിൽ നിന്നല്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്, ഒന്ന് മാറ്റി ചോദിച്ചു. കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. സോഷ്യൽ സയൻസിലും വന്നു വിചാരിക്കാത്ത കുറച്ച് ഏരിയയിൽ നിന്നുള്ള ചെറിയ ചോദ്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ സീരിയസ് ആക്കി എടുക്കണമെന്ന് ചോദിച്ചാൽ സീരിയസ് ആയിട്ട് എടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്നുള്ള മാറ്റം നമുക്ക് ഈ മോഡൽ എക്സാമിൽ നിന്ന് വ്യക്തമാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതിൻ്റെ പുറമെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾക്ക് പുറമെ നമ്മൾ പ്രതീക്ഷിക്കാതെ, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കൂടെ ഒന്ന് നോക്കണം. നമുക്ക് ആരെങ്കിലും ആലോചിച്ചിരുന്നോ ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ചോദിക്കുമെന്ന്, കിഴക്കൻ മലനിരകൾ ചോദിക്കുമെന്നുള്ള കാര്യം, പൂർവാഞ്ചൽ ചോദിക്കുമെന്നത്? വിചാരിച്ചിരുന്നു. ഒരു 1 വേർഡ് ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഭാഗത്ത് നിന്ന് 3 മാർക്കിന് ചോദ്യം ചോദിച്ചു. ഇങ്ങനെയാണ് ചോദ്യങ്ങളുടെ കിടപ്പുവശമെങ്കിൽ ഫൈനൽ എക്സാം കുറച്ച് വെള്ളം കുടിക്കും. അത് ബയോളജിയിലും ഉണ്ടെന്ന് ഗൗതമി മിസ്സും അശ്വിനി മിസ്സും പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഓരോ സബ്ജക്റ്റിലും ഇങ്ങനെ വെള്ളം കുടിപ്പിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും മൂർച്ച കൂട്ടിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണത് നടത്തുക, എന്താണ് അതിനു വേണ്ടി ചെയ്യുക? ഏകൺ എല്ലാ ദിവസവും എന്ത് നടത്തുന്നുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നടത്തുന്നുണ്ട് മോഡൽ എക്സാമിൻ്റെ. അതിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇനി ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതെന്ന്. മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പോവേണ്ടതും ആ വഴിക്കാണ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്നുള്ള പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെനിക്കറിയാം, നിങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ അതിൻ്റെ പുറമെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം. ഇതുവരെ ചോദിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ കണ്ടെത്താൻ പറ്റണം. നിങ്ങൾ പുസ്തകങ്ങൾ എടുത്ത് മറിച്ച് നോക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ പോകണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം, എക്സ്ട്രാ റീഡിങ്, അഡീഷണൽ റീഡിംഗ് എന്നൊഴികെ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി. നിങ്ങൾ പഠിച്ച് തീർത്തവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകണം. ഈ ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്തതാണോ? ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് മാത്രമാണ്. ഒരു പ്രിക്കോഷനാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അരിച്ച് പെറുക്കണം. ഓക്കെ, ലൈൻ ബൈ ലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതും നല്ലത്. പക്ഷേ ബോക്സുകളൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതല്ല. പുറത്ത് അഡീഷണൽ റീഡിങ്, എക്സ്ട്രാ 2 കുഞ്ഞുങ്ങളൊക്കെ പുറത്തിരിക്കുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കുന്നത് നല്ലത്. ഇൻട്രൊഡക്ഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ പാരഗ്രാഫിലൊക്കെ വായിക്കുന്ന സമയത്ത് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഒക്ടോബർ ഹീറ്റ് എന്നുള്ള, ഒക്ടോബർ ചൂടെന്നുള്ള ഒരു ഹെഡിങ് നിങ്ങൾക്ക് ഒരിക്കലും SSTയിൽ കാണാൻ പറ്റില്ല. നേരെ മറിച്ച് റിട്രീറ്റിംഗ് ഓഫ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. ഒരു തവണ ചോദിച്ചത് ലാറ്ററൈറ്റ് മണ്ണിൻ്റെ ഫോർമേഷനാണ്. ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്?
സോയിലിൻ്റെ ഫോർമേഷൻ. ഇങ്ങനെയുള്ള ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞാനൊരു എക്സാമ്പിൾ എൻ്റെ സബ്ജക്റ്റിൽ നിന്ന് പറഞ്ഞെന്നുള്ളൂ, ഇതുപോലെയുള്ള എല്ലാ സബ്ജക്റ്റിൽ നിന്നും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇഴകീറി പരിശോധിക്കണം. സോ ടേൺ ബാക്ക് ടു 2018, 2018, 19, 20 വർഷം. ഈ വർഷമാണ് നമ്മുടെ റെഫറൻസ് ഇയേഴ്സ് ആയിട്ട് നമുക്ക് കൂട്ടാവുന്നത്. റെഫറൻസ് ഇയേഴ്സ് എന്ന് വെച്ചാൽ ഈ വർഷങ്ങളിൽ ചോദ്യപേപ്പർ വന്നത് ഇതുപോലെയാണ്. ഇതാണ് ഇതിൻ്റെ സീക്രട്ട് മന്ത്ര ഇതാണ്. 2018, 19, 20 വർഷത്തെ മോഡൽ എക്സാമും ഫൈനൽ എക്സാമും നമ്മൾ എടുത്ത് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 6ഓളം ചോദ്യപേപ്പർ കിട്ടും. ഈ 6ഓളം ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർഷം 2024 വി ആർ എക്സ്പെക്ടിങ് സം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഉണ്ടായിരിക്കും. അതിൽ സംശയം വേണ്ട. ഏതെങ്കിലും 1-2 സബ്ജക്റ്റിൽ മാത്രമല്ല, 4ഓളം സബ്ജക്റ്റിൽ അങ്ങനെ ഉണ്ടായിരിക്കും, അതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. നിങ്ങളെല്ലാം പഠിച്ച് മുഴുവനായിട്ടുണ്ടാവും, നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഈ ഏകദേശം പോരാ, ഞാൻ മുഴുവനായിട്ട് ചെയ്തു, എനിക്ക് കംപ്ലീറ്റ് ആണ്, 100%. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. അതിനുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ആരൊരുക്കുന്നത് മക്കളെ? ഏകൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അങ്ങനെയുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ഓരോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടക്കുമ്പോഴും, മോഡൽ എക്സാമിൻ്റെ അനാലിസിസ് നടക്കുന്ന സമയത്ത്, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ ഫൈനൽ എക്സാം എങ്ങനെയായിരിക്കുമോ അതിൻ്റെ ഡിറ്റോ ആണ്, അതുപോലെയായിരിക്കും ഫൈനൽ എക്സാം. അതിന് അനാലിസിസ് നടക്കുമ്പോൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് കഴിഞ്ഞു. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, മാത്സ് ആയിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് കാണണം. ഓക്കെ, സോ അത് പറഞ്ഞു തരുന്നത് എക്സ്പേർട്ടുകളാണ്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഒരിക്കലും ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്, ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫുൾ എ പ്ലസ് ഉറപ്പുവരുത്താൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവും. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലെയും 1 by 1 ലൈൻ ബൈ എല്ലാ സാധനവും നിങ്ങൾ അരിച്ചു പെറുക്കിയിട്ട് ഒരു അനാലിസിസ് നിങ്ങൾ നടത്തണം. വരാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ചോദിച്ച ചോദ്യങ്ങളല്ല, അതിന് പുറമെ വരാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഈ ഭാഗം ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ, ഇനി ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്, കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓക്കെ, സോ വി ആർ റെഡി ഫോർ ദ ബാറ്റിൽ. നമ്മൾ റെഡിയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ പോർക്കളത്തിലേക്ക് വിടില്ല, ഞങ്ങളും ഉണ്ടായിരിക്കും കൂടെ. ഏകൻ എന്നും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവർക്കും കൊടുത്തോ. ഏകൻ നിങ്ങളുടെ SLC എക്സാമിൻ്റെ ഫൈനൽ ഡേ വരെ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും, അതിൻ്റെ ശേഷവും കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു, ബൈ ബൈ, സി യു.